ഒക്ടോബർ 31 രാത്രി വിദേശ രാജ്യങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന വലിയൊരു സെലിബ്രേഷൻ, ഒരു ഹോളിഡേ ഈവൻ്റാണ് ഹാലോവിൻ എന്ന് പറയുന്നത്. പണ്ടത്തേക്കാൾ കൂടുതൽ ഇതിന് പ്രചാരം ഇന്ത്യയിൽ കിട്ടിത്തുടങ്ങി. പ്രത്യേകിച്ച് കേരളത്തിലും പുതിയ ന്യൂജൻ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കോൺസിക്വൻസ് അറിയാതെയാണ് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് വളരെ ദോഷം ചെയ്യുന്നതാണ്. ഒന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ മരിച്ച ആത്മാക്കൾ ഒരിക്കലും ഭൂമിയിലില്ല, അവരിവിടുന്ന് പോയി. അപ്പോൾ അവരുമായിട്ട് ജീവിച്ചിരിക്കുന്നവർ ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു സാത്താന്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഡാർക്ക്നെസ്സിനെയാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇത് ലൈറ്റിനെതിരാണ്, അതാണ് ഡാർക്ക്നെസ്. മൂന്ന്, നമ്മുടെ ഫെയ്ത്തിന് പകരം നമുക്ക് ഫിയർ കൊണ്ടുവരികയാണ്. ഇതിൻ്റെ കോസ്റ്റ്യൂംസ് എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്കെൽറ്റനും അതുപോലെ തന്നെ ഭീതിപ്പെടുത്തുന്ന സംഗതികളുള്ള കോസ്റ്റ്യൂംസാണ് ഇതിൻ്റെ അകത്തുള്ളത്. മൂന്നാമത്തെ കാര്യം, ഈ സ്പിരിറ്റിനെ നമ്മൾ വേണ്ട പോലെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ട്രിക്കുമായിട്ട് വന്നിട്ട് നമ്മുടെ വീടിനെ ഒരു പ്രേതാലയമാക്കി തീർക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഇത് കൂടാതെ ഇതിനെ ഇൻവൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം നമുക്കില്ല. എല്ലാ വർഷവും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലവരത് വളരെ കാര്യമായിട്ട് അതിനെ എൻ്റർടൈൻ ചെയ്യുന്നു. ഒരിക്കലും അതിന് പോകരുത്, പിശാച് ഇടം കൊടുക്കരുതെന്ന് വിശുദ്ധനായ പൗലോസ് പറഞ്ഞു. അതുപോലെ തന്നെ എഫേസ്യർ 5:11 പറഞ്ഞു, നിഷ്ഫലമായ ഇങ്ങനത്തെ കാര്യങ്ങൾ, യൂസ്ലെസ് കാര്യങ്ങൾ നിങ്ങൾ തലയിടരുത്, കാരണം ഇത് ഡാർക്ക്നെസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. എന്തായാലും മറ്റുള്ളവർക്ക് കൂടെ ഇത് ഷെയർ ചെയ്യുക. ഒരിക്കലും ഹാലോവിനൊന്നും എൻ്റർടൈൻ ചെയ്യാൻ പോകരുത്. മാതാപിതാക്കൾക്ക് അറിയാതെ, പിള്ളേരല്ലേ, ചെറിയ കാര്യമല്ലേ, ഇതിന് അത്ര വലിയ പ്രാധാന്യം അവർക്ക് അറിയാത്തതുകൊണ്ട് പിള്ളേരെ ഇതിനെ എൻ്റർടൈൻ ചെയ്യുന്നു. പക്ഷേ മക്കളെ, നിങ്ങളുടെ പഠനത്തിനും നിങ്ങളുടെ ഉയർച്ചയ്ക്കും നിങ്ങളുടെ ജോലിക്കും നിങ്ങളുടെ ബിസിനസ്സിനും ഇത് എത്ര പ്രായമുള്ളവർ ചെയ്താലും ഇത് ദോഷം ചെയ്യും, ഗുണം ചെയ്യത്തില്ല. അതുകൊണ്ട് ഒരിക്കലും ഇതിനെ എൻ്റർടൈൻ ചെയ്യരുത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.